നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ചൊവ്വ രാശി മാറുന്നു. 2026 ഓഗസ്റ്റ് 2 രാത്രി 10:53 PM ശത്രുക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു. സെപ്റ്റംബർ 18 വരെ ആ രാശിയിൽ തുടരും. അപ്പോൾ അത് ഏതൊക്കെ രാശിക്കാർക്കാണ് നേട്ടങ്ങളെന്ന് നോക്കാം. പൊതുവേ ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുകയാണെങ്കിൽ 4 രാശിക്കാർക്കാണ് നേട്ടമുള്ളത്. അതിവിടെ 4 രാശിക്കാരുടെ കാര്യങ്ങൾ ഞങ്ങൾ എഴുതിയിട്ടു. ഓക്കെ, അതിൽ ഒരു രാശിക്ക് അത്ര വലിയ നേട്ടം കാണുന്നില്ല. ഓക്കെ, കൂടി കുറഞ്ഞുമാണ് ഓരോ രാശിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും കുറവ് നേട്ടങ്ങളുള്ള രാശിക്കാരുടെ കാര്യം ആദ്യം പറയാം. 1ാം സ്ഥാനക്കാരെ അവസാനം പറയാം. പിന്നെ അതിന് മുൻപ് 3ാം സ്ഥാനം നേടുന്നവർ, പിന്നെ 2ാം സ്ഥാനം നേടുന്നവർ, അങ്ങനെ അനുഗ്രഹങ്ങളുടെ തോതനുസരിച്ച് 4 രാശിക്കാരെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഈ ചൊവ്വ മാറുമ്പോൾ, അനുകൂലമായിട്ട് മാറുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ചൊവ്വ ഒരു പാപഗ്രഹമാണ്. പാപഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോൾ, സാധാരണ ഒരു ശുഭഗ്രഹം അനുകൂലമായിട്ട് വരുമ്പോൾ 1,00,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ചൊവ്വ അനുകൂലമായിട്ട് വരുമ്പോൾ 2,00,000 രൂപ കിട്ടും. അത് പൊതുവെ ഈ ഇതിൻ്റെ പാപഗ്രഹങ്ങളുടെ പ്രത്യേകതയാണ്. പക്ഷേ പ്രതികൂലമായിട്ട് വരുമ്പോൾ അതുപോലെ താഴോട്ട് പോവുകയും ചെയ്യും, മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ചൊവ്വ കൊണ്ട് നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഏകദേശമൊക്കെ നിങ്ങൾക്കറിയാം. ഒന്നാമതായിട്ട് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. ഭൂമി ക്രയവിക്രയം എന്ന് പറയുമ്പോൾ ഭൂമി ലോൺ വെക്കാം, കച്ചവടം നടത്താം, വാങ്ങാം, വിൽക്കാം. ഓക്കെ, അതുകൂടാതെ ഭൂമിയുടെ അതേ പട്ടികയിൽപ്പെടുത്താവുന്നതാണ് ഭൂമിയും വീടും. ഓക്കെ, അപ്പോൾ അങ്ങനൊരു നേട്ടമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ചൊവ്വ ഒരു 1.5 സ്ഥാനമാണ്. ശനി കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നക്കാരനും എന്നാൽ ഗുണമാണെങ്കിൽ നേട്ടവും കൊണ്ടുവരാവുന്ന ഒരു ഗ്രഹമാണ്, പാപഗ്രഹമാണ് ചൊവ്വ. പിന്നെ നിയമകാര്യങ്ങളിൽ, നിയമവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള സമയമാണെങ്കിൽ അത് ചൊവ്വയുടെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് അത് അനുകൂലമാക്കി മാറ്റിയെടുക്കാം. ഓക്കെ, അങ്ങനെ നിരവധി നേട്ടങ്ങൾ ചൊവ്വ കൊണ്ട്. പിന്നെ തീർച്ചയായിട്ടും ധനപരവും അറിയാമല്ലോ. ഭൂമി ക്രയവിക്രയം എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എന്ത് നേട്ടം വരെ നേടാമെന്നുള്ളത് അറിയാമല്ലോ. അതായത് 1,00,000 മുതലുള്ള മേളിലോട്ടുള്ള കച്ചവടമാണ് ഈ ഭൂമി ക്രയവിക്രയം എന്ന് പറയുന്നത്. അത് വല്ലപ്പോഴൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഈ രാശിക്കാർക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ ചൊവ്വ മാത്രമല്ല, മറ്റ് ഗ്രഹങ്ങളുടെയും അനുകൂല ഭാവം കൊണ്ട് അതിൻ്റെ പവർ കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ നേട്ടങ്ങൾ കുറവുള്ള ഒരു രാശിക്കാരുടെ കാര്യം ആദ്യം പറയാം. ചിങ്ങം രാശി, മകം പൂര ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഇവിടെ ചൊവ്വ അനുകൂലമാണെങ്കിലും ശുക്രൻ ബുധനും ഒക്കെ താൽക്കാലികമായിട്ട് അനുകൂലമാണ്. അതേസമയം ചിങ്ങം രാശിക്ക് സൂര്യൻ ഇപ്പോൾ പ്രതികൂലമാണ്, ചിങ്ങമാസത്തിലും പ്രതികൂലമാണ്. വ്യാഴവും ഇപ്പോൾ പ്രതികൂലമാണ്. സർപ്പവും ശിഖിയും പ്രതികൂലമാണ്. ശനിയും പ്രതികൂലമാണ്. അപ്പോൾ ചിങ്ങരാശിക്ക് ചൊവ്വ അനുകൂലമാണെങ്കിലും
4 പാപഗ്രഹങ്ങൾ സഹിതം 5 ഗ്രഹങ്ങൾ പൊതുവെ പ്രതികൂലമാണ്. ഇതിനൊപ്പം ചന്ദ്രനും കൂടി പ്രതികൂലമാകുമ്പോൾ കൂടുതൽ കുഴപ്പമാണ്. എന്നാൽ തന്നെയും ചൊവ്വ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നത് വലിയൊരു നേട്ടം തന്നെയാണ് ചിങ്ങം രാശിക്ക്. ചിങ്ങം രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ചൊവ്വ വരുന്നതെങ്കിലും ചൊവ്വ ബുധൻ്റെ ക്ഷേത്രത്തിൽ, അതായത് ചൊവ്വയും ബുധനും പ്രതിയോഗികളാണ് ജ്യോതിഷത്തിൽ. അപ്പോൾ എങ്കിലും ബുധൻ്റെ സ്വക്ഷേത്രമാണ് മിഥുനം രാശിയിലാണ് ചൊവ്വ വരാൻ പോകുന്നത്. ആഗസ്റ്റ് 2 തൊട്ട് സെപ്റ്റംബർ 18 വരെ, ഏകദേശം 45 ദിവസം. ഓക്കെ, ഏകദേശം 45 ദിവസത്തോളം ഏകദേശം. ഓക്കെ, അപ്പോൾ അത് സ്വക്ഷേത്രബലവാനായ ബുധൻ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ തന്നെയും ഇതൊരു ന്യൂനതയാണ്. ചൊവ്വ അനുകൂലാവസ്ഥയിലാണെങ്കിലും അത് ശത്രുക്ഷേത്രത്തിലായതുകൊണ്ട് കുറച്ച് അനുഗ്രഹങ്ങൾക്ക് കുറവുണ്ടാവും. സെപ്റ്റംബർ 18 ശേഷം നീചരാശിയിൽ പോവുകയും ചെയ്യും. പോട്ടെ, അപ്പോൾ ഇവിടെ നമ്മൾ കണക്കാക്കുന്നത് സെപ്റ്റംബർ 18 വരെയുള്ള ചൊവ്വയുടെ സ്ഥിതിയാണ്. അത് ചിങ്ങൻ രാശിക്കാർക്ക് പൂർണ്ണതോതിൽ അനുഭവപ്പെടാൻ പറ്റില്ല. ഓക്കെ, ഇതിനിടയിൽ ചന്ദ്രൻ, ശുക്രൻ, ബുധൻ ഇതൊക്കെ അനുകൂലമായിട്ട് വരും. ഓക്കെ, എന്നാൽ തന്നെയും ചിങ്ങം രാശിക്ക് ചൊവ്വ കൊണ്ട് പരിപൂർണമായ ഒരു അനുകൂലാവസ്ഥ ഇല്ലെന്ന് തന്നെ പറയാം. പിന്നെ ചൊവ്വ കൊണ്ടുള്ള മറ്റൊരു ഗുണമെന്ന് പറയുന്നത് വാഹന ലാഭം. ഓക്കെ, യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടമുണ്ടാവും. ഓക്കെ, അതൊക്കെ തന്നെ ചിങ്ങൻ രാശിക്കൊരു പരിധി വരെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 3ാം സ്ഥാനക്കാരുടെ കാര്യം നോക്കാം. മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. ഓക്കെ, മേടൻ രാശിക്ക് ശനി മാത്രമാണ് പ്രതികൂലം ഇപ്പോൾ. ഓക്കെ, അതേസമയം ഏകദേശം 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇതിപ്പോൾ ഞാൻ ആഗസ്റ്റ് 2 അല്ല, ആഗസ്റ്റ് 3 ഗ്രഹനില എടുത്തു വെച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതിനുശേഷം ഈ സെപ്റ്റംബർ 18 ഇടയിൽ നിരവധി ഗ്രഹങ്ങൾ ഇതൊക്കെ മാറുന്നുണ്ട്. അതൊന്നും നമ്മൾ ഇതിനകത്ത് കാര്യമായിട്ട് പ്രതിപാദിക്കുന്നില്ല. അത് ഞങ്ങൾ 2 ദിവസം കൂടുമ്പോൾ ഇടുന്ന ഈ ദിനഫലത്തിൽ അഥവാ രാശിഫലത്തിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എല്ലാ തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ഇഷ്ടം പോലെ ചെയ്തോളൂ. എല്ലാവിധ സ്വാതന്ത്ര്യവും ഞാൻ തരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. അത് വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ അത് ഫോൺ വിളിക്കരുത്, പകരം മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മേടം രാശിക്ക് അനുകൂലമാണ്. അതിനോടൊപ്പം ശിഖിയും സർപ്പവും അനുകൂലമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ശനി പ്രതികൂലമാണ്. ബാക്കി 5 ഗ്രഹങ്ങൾ തൽക്കാലം ഈ ഓഗസ്റ്റ് 3 കണക്കനുസരിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ മേടം രാശിക്കും കാര്യമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാനാവില്ല. എന്നാൽ തന്നെയും 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് നമുക്ക് ചിങ്ങം രാശിയെക്കാട്ടിലും നേട്ടം ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ മകരം രാശിയാണ്. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക്
ഒരു ഒന്നൊന്നര നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം ഇവിടെ സൂര്യൻ മാത്രമാണ് പ്രതികൂലമായിട്ടുള്ളത്. അതേസമയം മകരം രാശിക്ക് ശനി, ബുധൻ, ചൊവ്വ, വ്യാഴം, ശുക്രൻ, അങ്ങനെ വളരെ വലിയൊരു ഗ്രഹങ്ങളുടെ നീണ്ട നിര, പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ നീണ്ട നിര അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് മകരം രാശിക്ക് ഒരു ഒന്നൊന്നര നേട്ടമാണ്. ഉത്രാടം അവസാന 3 പാദം, തിരുവോണാവിട്ട ആദ്യ 2 പാദം മകരം രാശി. അപ്പോൾ തീർച്ചയായിട്ടും ചിങ്ങരാശിയും കാട്ടിലും മേടൻ രാശിയും കാട്ടിലും നേട്ടമാണ് മകരം രാശിക്ക്. പ്രത്യേകിച്ച് ശനിയും വ്യാഴവും ഒരേ സമയം ഗുണകരമായിട്ട് നിൽക്കുകയാണ്. ഏകദേശം 1 വർഷം നീണ്ടു നിൽക്കും. അതിനൊപ്പം നമ്മുടെ ചൊവ്വ കൂടി 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു നേട്ടങ്ങളുടെ കാലഘട്ടമാണ് മകരം രാശിക്ക്. ഓക്കെ, ഞങ്ങൾ 1ാം സ്ഥാനം നൽകുന്ന രാശി എന്ന് പറയുന്നത് കന്നി രാശിയാണ്. കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിപെട്ട സൗഭാഗ്യമാണ് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട് കന്യരാശിയെക്കുറിച്ച്. ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓഗസ്റ്റ് 3 കണക്കനുസരിച്ചാണെങ്കിൽ 8 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുക എന്ന് മാത്രമല്ല, അനുകൂലമല്ലാതെ നിൽക്കുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് ശനി മാത്രമാണ്. ഓക്കെ, ബാക്കി 8 ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഓഗസ്റ്റ് 3 ഡേറ്റ് അനുസരിച്ച്. പക്ഷേ ചൊവ്വ ഈ സെപ്റ്റംബർ 18 വരെ അനുകൂലമാണ്. പിന്നെ ഇതിനിടയ്ക്ക് പലതൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ വന്നാൽ തന്നെയും കന്യരാശിക്ക് പൊതുവിൽ നേട്ടങ്ങളുടെ, അത്യധികം വലിയ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഇടിവെട്ട് സൗഭാഗ്യം തന്നെയാണ്. അത് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ദയവായി അതും കാണുക കന്യരാശിക്കാർ. ഓക്കെ, ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സന്ദർഭമാണ് കന്യരാശിക്കാർക്ക്. ഇനി അടുത്തങ്ങ് ഇതൊന്നും പെട്ടെന്ന് അനുകൂലമായിട്ട് വരാൻ സാധ്യതയില്ല. എന്നാൽ തന്നെയും നമ്മൾ ഈ ഒരു അവസരം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക. നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഓക്കെ, കന്യരാശി എന്ന് പറയുമ്പോൾ ഉത്തരം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. ഓക്കെ, അപ്പോൾ കന്യരാശിക്കാർ അവർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഈ ചൊവ്വയുടെ മാറ്റവും കൊണ്ട്. ഓക്കെ, കാരണം ഇവിടെ ഈ ദിവസങ്ങളിൽ ഓഗസ്റ്റ് 3 ഒരു കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ സൂര്യൻ, വ്യാഴം, ചൊവ്വ, ബുധൻ, ചന്ദ്രൻ, ശിഖി, സർപ്പം, ശുക്രൻ എന്നിങ്ങനെ 8 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഇതുപോലൊന്നും പെട്ടെന്ന് നല്ല ഒരു കാലഘട്ടം പെട്ടെന്ന് ആർക്കും വരില്ല. ഈ 12 രാശിക്കാർക്കിൽ തന്നെ ഓഗസ്റ്റ് 3 ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത് കന്യരാശിക്കാർക്കാണ്. അപ്പോൾ കന്യരാശിക്കാർ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങൾ ജാതകം പരിശോധിക്കുക. അപ്പോൾ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ മഹാദശ, അന്തർദശ, അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ സ്ഥാനം, ഗ്രഹങ്ങളുടെ മറ്റ് സ്ഥാനം, ഇവയൊക്കെ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ മാത്രമല്ല, നിങ്ങൾ അനുഷ്ഠിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ നിരവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്ത് പറയാൻ ഒക്കത്തില്ല. അത് നിങ്ങൾ ഇപ്പോൾ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക, നമുക്ക് എല്ലാം പറഞ്ഞു തരാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് 1-2 മണിക്കൂറൊന്നും പോരാ. കുറേ അധികം വോയിസ് മെസ്സേജുകളും വീഡിയോസും ഒക്കെ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി ദയവേത് വാട്സാപ്പിൽ ബന്ധപ്പെടുക. എനിവേ, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും
സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.